ഹായ് ഓൾ വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റേഴ്സ് ആണ്. പുതിയ സിലബസ് അനുസരിച്ചുള്ള മാത്തമാറ്റിക്സിന്റെ ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ 4ാമത്തെ ചാപ്റ്ററിൽ അവസാനത്തെ സെക്ഷൻ ആണ്. അതിലെ അവസാനത്തെ 4 ചോദ്യങ്ങളിൽ 3 നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി എടുത്ത് ചെയ്യേണ്ട ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ 4ാമത്തെ ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അത് സോൾവ് ചെയ്ത് ഈ ചാപ്റ്റർ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ 4ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. If the length of a rectangle is increased by 3 meters and the breadth is decreased by 2 meters, its area would decrease by 10 square meters. If the length is decreased by 2 meters and the breadth is increased by 3 meters, the area would increase by 30 square meters. Calculate the length and breadth of the rectangle. So മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ചതുരത്തിന്റെ നീളം 3 മീറ്റർ കൂട്ടുകയും വീതി 2 മീറ്റർ കുറയ്ക്കുകയും ചെയ്താൽ പരപ്പളവ് 10 ചതുരശ്ര മീറ്റർ കുറയും. നീളം 2 മീറ്റർ കുറയ്ക്കുകയും വീതി 3 മീറ്റർ കൂട്ടുകയും ചെയ്താൽ പരപ്പളവ് 30 ചതുരശ്ര മീറ്റർ കൂടും. ചതുരത്തിന്റെ നീളവും വീതിയും കണക്കാക്കുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു ചതുരമുണ്ട്. ആ ചതുരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ആദ്യത്തെ കേസിൽ നീളം 3 മീറ്റർ കൂട്ടുന്നു, വീതി 2 മീറ്റർ കുറയ്ക്കുന്നു. അപ്പൊ കിട്ടുന്ന ഏരിയ എന്താണ്? ശരിക്കുള്ള ഏരിയയുടെ 10 സ്ക്വയർ മീറ്റർ കുറഞ്ഞതാണ്. ഇനി നീളം എന്ത് ചെയ്യുന്നു? 2 മീറ്റർ കുറയ്ക്കുന്നു, വീതി 3 മീറ്റർ കൂട്ടുന്നു. അപ്പൊ കിട്ടുന്ന ഏരിയ എന്താണ്? ശരിക്കുള്ള ഏരിയയേക്കാൾ 30 സ്ക്വയർ മീറ്റർ, 30 ചതുരശ്ര മീറ്റർ കൂടിയതാണ്. അങ്ങനെയെങ്കിൽ നീളവും വീതിയും കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം കണക്ക് ചെയ്ത പോലെ തന്നെ ഇവിടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും എന്തെടുക്കാം? എക്സ് കോമ വൈ എന്നെടുക്കാം. ലെങ്തും ബ്രെഡ്ത്തും എക്സ് കോമ വൈ. എക്സ് എന്താണ്? ലെങ്ത്. എക്സ് ലെങ്ത് ആണ്. വൈ എന്താണ്? ബ്രെഡ്ത്ത് കേട്ടോ. സോ ലെങ്ത് എക്സും വൈ ബ്രെഡ്ത്തും ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് ഇക്വേഷൻ ഫോമിൽ എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ആയിട്ട് എഴുതാം. സോ എങ്ങനെ എഴുതാം? ആദ്യം എന്ത് ചെയ്യുന്നു? നീളം എന്ത് ചെയ്യുന്നു? 3 മീറ്റേഴ്സ് കൂട്ടുന്നു. എക്സ് പ്ലസ് 3 ഇൻറ്റു വീതി എന്ത് ചെയ്യുന്നു? 2 മീറ്റർ കുറയ്ക്കുന്നു. വൈ മൈനസ് 2 ഈക്വൽ ടു, അപ്പൊ എന്താ സംഭവിച്ചത്? ശരിക്കുള്ള ഏരിയയിൽ നിന്ന് എന്ത് ചെയ്തു? 10 സ്ക്വയർ മീറ്റേഴ്സ് കുറഞ്ഞു. അപ്പൊ ശരിക്കുള്ള ഏരിയ എന്തായിരിക്കും? എക്സ് വൈ ആയിരിക്കും. അതിൽ നിന്ന് 10 സെന്റിമീറ്റർ കുറഞ്ഞു. സോ ദിസ് 10 ചതുരശ്ര സെന്റിമീറ്റർ അല്ലെ, ചതുരശ്ര മീറ്റർ. ഓക്കെ, സ്ക്വയർ മീറ്റർ കുറഞ്ഞു. സോ ദിസ് ടേക്കൺ ആസ് ഇക്വേഷൻ എ. ആൻഡ് രണ്ടാമത് എന്താ പറയുന്നത്? നീളം 2 മീറ്റർ കുറയുന്നു അല്ലെ, ലെങ്ത് 2 മീറ്റർ കുറയുന്നു, ബ്രെഡ്ത്ത് 3 മീറ്റർ കൂടുന്നു, വീതി 3 മീറ്റർ കൂടുന്നു. ഓക്കെ, സോ ലെങ്ത് 2 മീറ്റർ കുറയുന്നു, എക്സ് മൈനസ് 2. ബ്രെഡ്ത്ത് വൈ എന്ത് ചെയ്യുന്നു? 3 മീറ്റർ കൂടുന്നു. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നത്? ഏരിയ വിൽ ഇൻക്രീസ് 30 സ്ക്വയർ സെന്റിമീറ്റർ മോർ ദാൻ ആക്ച്വൽ അല്ലെ, ശരിക്കുള്ളതിനേക്കാൾ. ശരിക്കുള്ള എന്താണ്? എക്സ് വൈ ആണ്. എക്സ് വൈയേക്കാൾ 30 സെന്റിമീറ്റർ മീറ്റർ സ്ക്വയർ ഇൻക്രീസ് ആവും. സോ ദിസ് ടേക്കൺ ആസ് ഇക്വേഷൻ ബി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി എക്സിന്റെ വൈയുടെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അടുത്ത പേജിൽ നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അതായത് നമുക്ക് എ എടുക്കാം. എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ മൈനസ് 2 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 10. സോ ഇക്വേഷൻ എ നമ്മൾ എങ്ങനെ എഴുതാം? നമുക്ക് എക്സ് പ്ലസ് 3 ഇൻറ്റു വൈ മൈനസ് 2 ഈക്വൽ ടു എക്സ് വൈ മൈനസ് 10 ആണ്. സോ ഇത് സമ്മും ഡിഫറൻസും ആണ്. മൾട്ടിപ്ലൈ ഞാൻ പറയുന്നത് ഓരോന്നും കൊണ്ട് എന്ത് ചെയ്യുക? സൈനും കൂടെ പരിഗണിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ എക്സ് ഇൻറ്റു വൈ എക്സ് വൈ, ദെൻ എക്സ് ഇൻറ്റു മൈനസ് 2, മൈനസും പ്ലസും ആണ്. സോ മൈനസ് 2x, 3 ഇൻറ്റു വൈ പ്ലസ് 3y, 3 ഇൻറ്റു മൈനസ് 2 എന്താണ്? മൈനസ് 6 വരും. നമുക്കിത് അറിയാവുന്ന കാര്യമാണ്. സോ ദാറ്റ് ഈസ് എക്സ് വൈ മൈനസ് 10. സോ ഈ എക്സ് വൈയും മൈനസ് 6 ഇപ്പുറം കൊണ്ടുവരാം. കാരണം ഇവിടെ ഒരു എക്സ് വൈ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 10 ഉണ്ട്. സോ അതുമായിട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാൽ എന്ത് വരും? മൈനസ് 2x പ്ലസ് 3y ഈക്വൽ ടു എക്സ് വൈ മൈനസ് 10 ഇവിടെ ഉള്ളത്. പിന്നെ ഇങ്ങോട്ട് വന്ന ഏതൊക്കെയാ? ഈ എക്സ് വൈ മൈനസ് എക്സ് വൈ, ദെൻ മൈനസ് 6 ഇവിടെ വരുമ്പോൾ എന്താവും? പ്ലസ് 6 ആവും. അതായത് പ്ലസ് എക്സ് വൈ ഇവിടെ വന്ന മൈനസ് എക്സ് വൈയും മൈനസ് 6 ഇപ്പുറത്ത് വന്നപ്പോൾ പ്ലസ് 6 ആയിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? കുറച്ച് മൈനസ് 2x പ്ലസ് 3y ഈക്വൽ ടു എക്സ് വൈ ക്യാൻസൽ ആയി, മൈനസ് 10 പ്ലസ് 6 മൈനസ് 4. സോ ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇക്വേഷൻ ബി എടുത്താലോ? എന്താണ് ഇക്വേഷൻ ബി? That is x minus 2 into y plus 3 equal to xy plus 30. So x minus 2 into y plus 3 equal to xy plus 30. So ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ഓരോന്നാണ്. x into y xy, x into plus 3 plus 3x, minus 2 into y minus 2y, minus 2 into plus 3x minus 6 equal to xy plus 30.
സോ ഇനി എന്ത് ചെയ്യാം, ഈ എക്സ് വൈ മൈനസ് സിക്സും ഇവിടെ കൊണ്ടുവരാം. സോ ഇവിടെ എന്ത് വരും, 3x മൈനസ് 2y ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 30 റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത്. അതിന്റെ കൂടെ എന്ത് ചെയ്യണം, മൈനസ് എക്സ് വൈ മൈനസ് 6 ഇവിടെ വരുമ്പോൾ എന്താവും, പ്ലസ് 6. ഓക്കെ, സോ 3x മൈനസ് 2y എന്ത് വരും, 3x മൈനസ് 2y ഈക്വൽ ടു ഇവിടെ എക്സ് വൈ മൈനസ് എക്സ് വൈ ക്യാൻസൽ ആയി, 30 പ്ലസ് 6 36 ആയിട്ട് കിട്ടും. സോ ദിസ് ഇസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം കിട്ടിയല്ലോ. ഇക്വേഷൻ നമ്പർ 1 ഉം 2. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം വെച്ചിട്ട് ഇത് പരസ്പരം ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. കാരണം നമുക്ക് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം. സോ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും, 3x മൈനസ് 2x എന്താവും, എക്സ് ആവും, 3y മൈനസ് 2y പ്ലസ് വൈ ആവും. സോ എക്സ് പ്ലസ് വൈ നമുക്ക് കിട്ടും. സബ്ട്രാക്ട് ചെയ്താലും എന്ത് കിട്ടും എന്നുള്ളതായിരുന്നു നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 എന്ത് കിട്ടും, എന്തായിരുന്നു ഇക്വേഷൻ 1ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, മൈനസ് 2x പ്ലസ് 3y, ഇക്വേഷൻ 2ന്റെ റൈറ്റ് ഹാൻഡ് സൈഡോ 3x മൈനസ് 2y പ്ലസ് 3x മൈനസ് 2y. കാരണം നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യണം. സോ LHS ആഡ് ചെയ്തു. RHS എന്തൊക്കെയാണ്, മൈനസ് 4 ഉം 36, മൈനസ് 4 പ്ലസ് 36. അപ്പൊ ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, മൈനസ് 2x പ്ലസ് 3x എന്ത് വരും, എക്സ്, 3x മൈനസ് 2x എന്ന് പറയുന്ന മീനിങ്ങിലാണ് എക്സ് വരും. അടുത്ത് 3y മൈനസ് 2y എന്താണ്, പ്ലസ് y അല്ലെ, ഈക്വൽ ടു 36 മൈനസ് 4 is 32. So this is taken as equation number 3. Then നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ എളുപ്പം, 36 ഇവിടെ മൈനസ് 4 ഉണ്ട്. സോ 1ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുന്നതിനേക്കാൾ 2ൽ നിന്ന് 1 നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. സോ ഇക്വേഷൻ 2 മൈനസ് 1 ചെയ്താൽ ഇവിടെ കിടക്കുന്ന ഇക്വേഷൻസ് ആണ്. ഇത് ഇക്വേഷൻ 2ന്റെ പാർട്ട്, ഇക്വേഷൻ 1ന്റെ പാർട്ട്. സോ എന്ത് വരും, 3x മൈനസ് 2y മൈനസ് ഓഫ് ഇക്വേഷൻ 1ന്റെ പാർട്ട് ഏതാണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, മൈനസ് 2x പ്ലസ് 3y ഈക്വൽ ടു എന്ത് വരും, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പോലെ തന്നെ 36. സോ റൈറ്റ് ഹാൻഡ് സൈഡ് പോലെ 36 മൈനസ് ഓഫ് മൈനസ് 4 അല്ലെ. കാരണം റൈറ്റ് ഹാൻഡ് സൈഡ് എന്തൊക്കെയാണ്, മൈനസ് 4 ഉം 36. സോ 36 നിന്നാണ് എന്ത് ചെയ്യുന്നത്, മൈനസ് 4 കുറയ്ക്കുന്നത്. സോ 36 മൈനസ് ഓഫ് മൈനസ് 4. സോ എന്ത് വന്നു, ഇവിടെ 3x എക്സ്പാൻഡ് ചെയ്താൽ 3x മൈനസ് 2y, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ് കേട്ടോ. സോ പ്ലസ് 2x മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് മൈനസ് 3y എന്ന് കിട്ടും. സോ 36 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4. സോ 3x പ്ലസ് 2x എന്താണ്, ഇറ്റ് ഈസ് 5x. മൈനസ് 2y മൈനസ് 3y എന്താണ്, മൈനസ് 5y ഈക്വൽ ടു 36 പ്ലസ് 4 40 ആണ് വരിക കേട്ടോ, 40 ആ വരിക. സോ 5 ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് നോക്കുന്നത്, 5 ഇൻറ്റു എക്സ് മൈനസ് വൈ 40 ആണ്. സോ അങ്ങനെയെങ്കിൽ എക്സ് മൈനസ് വൈ എന്ത് വരും, 40/5 അല്ലെ, 8 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ഇക്വേഷൻ 2. ഓക്കെ, ദിസ് ഇക്വേഷൻ നമ്പർ 2 അല്ല 4. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 3ഉം 4ഉം കൂടെ ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എക്സ് കിട്ടില്ലേ. ഇക്വേഷൻ 3ഉം 4 നമ്മളിത് കുറെ ചെയ്ത് ശീലിച്ചതാണ് അല്ലെ. നമ്മൾ ആഡ് ചെയ്യുക, നമുക്ക് എക്സ് കിട്ടും, ആ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും വൈയുടെ വാല്യൂ. സോ ഇക്വേഷൻ 3 പ്ലസ് 4 അടുത്തത് ചെയ്യുന്ന എന്താണ്, ഇക്വേഷൻ 3 പ്ലസ് 4 ആണ് ചെയ്യുക. ഇക്വേഷൻ 3 പ്ലസ് 4 നോക്കാം. ഇക്വേഷൻ 3 എന്താണ്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 32. സോ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആദ്യം എടുക്കുക. സോ എന്തൊരു എക്സ് പ്ലസ് വൈ. അടുത്ത് ഇക്വേഷൻ 4ന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്, എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ഇക്വേഷൻ 3യുടെ റൈറ്റ് ഹാൻഡ് സൈഡും 4ന്റെ റൈറ്റ് ഹാൻഡ് സൈഡും നോക്കൂ. 3യുടെ റൈറ്റ് ഹാൻഡ് സൈഡ് 32, 4ന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് 8. ഓക്കെ, സോ 32 പ്ലസ് 8, അതായത് y മൈനസ് വൈ ക്യാൻസൽ ആവും. 2x ഈക്വൽ ടു 40 എന്ന് കിട്ടും. 32 പ്ലസ് 8 40 ആണ്. സോ എക്സിന്റെ വാല്യൂ എന്ത് വരും, 20 എന്ന് വരും, 20. സോ ഇവിടെ കണക്കനുസരിച്ച് ആണെങ്കിൽ 20 മീറ്റേഴ്സ് കേട്ടോ. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ 3 തന്നെ എടുക്കാം. ഇക്വേഷൻ 3 എന്താ പറയുന്നത്, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 32 എന്നല്ലേ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 32. സോ അങ്ങനെയെങ്കിൽ എക്സിന്റെ വാല്യൂ 20 ആണെങ്കിൽ നമുക്ക്
ഇതെന്ത് വരും? പ്ലസ് വൈ ഈക്വൽ ടു 32 ആണ്. സോ വൈയുടെ വാല്യൂ എന്ത് വരും? എക്സ് 20 എന്ത് ആഡ് ചെയ്യുമ്പോഴാണ് 32 കിട്ടുക? 12. ഓക്കെ, 12 മീറ്റർ. സോ ഇതാണ് ലെങ്തും ബ്രെഡ്ത്തും. എക്സ് ഈക്വൽ 20 ആൻഡ് വൈ ഈക്വൽ 12 മീറ്റേഴ്സ് ആണ് നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും വരിക. സോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർ പറഞ്ഞ കാര്യം നമുക്ക് പരിശോധിച്ച് വേണമെങ്കിൽ നോക്കാം. അതായത് ഇതിന്റെ ശരിക്കുള്ള ഏരിയ എന്ത് വരും? പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ട്രൂ ആണെന്ന് 20യും 12 പോലെ വരിക. 20യും 12 എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 240 മീറ്റർ സ്ക്വയർ ആയിരിക്കും ഏരിയ കിട്ടുക. ഇനി അവർ പറയുന്ന കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയുന്ന ട്രൂ ആണോ നോക്കൂ. ആദ്യത്തെ കണ്ടീഷനിൽ 10 കുറയും, അതായത് 230 ആണോ കിട്ടുന്നതെന്ന് നോക്കുക. അടുത്ത കണ്ടീഷനിൽ 30 കൂടും, അപ്പൊ 270 ആണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവോ? ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. ഒരു ക്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാലും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 4th ചാപ്റ്റർ ഇതോടെ കംപ്ലീറ്റ് ആയി. നമ്മൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 5th ചാപ്റ്റർ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.